രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. രാഹുലിന്റെ സുഹൃത്ത് ഫെനീന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ യുവതി, ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റു 2 യുവതികൾക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പരാതിക്കാരി പറയുന്നുണ്ട്. രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. ഇപ്പം രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുന്നതും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത്, ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്നറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്നറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണിയൂടെ ആയിട്ട് നമുക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ, തലയെ വാലമില്ലാതെ ഫെനിനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തിഹത്യ ചെയ്യപ്പെടും, സംശയം ഉണ്ടാവും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ഫെനി നൈനാൻ ഈ പരാതിക്കാരിയുടെ
ചാറ്റുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത് ഈ യുവതി നിഷേധിക്കുന്നില്ല. അത് തൻ്റെ ചാറ്റ് തന്നെയാണ്, അത് ഒരു ഭാഗം മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാനായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴുമുള്ള ആത്മവിശ്വാസം, അയാളുടെ കൈവശം ഈ പരാതിക്കാരായ യുവതികളുമായിട്ടുള്ള പല ചാറ്റുകളും അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ തനിക്ക് അനുകൂലമാകും. അതുകൊണ്ട് തന്നെയാണ് അത് പോലീസിന് പോലും ആ ഫോണിൻ്റെ പാസ്വേഡ് കൈമാറാത്തത്, ലാപ്ടോപ്പ് കൈമാറാത്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് താൻ അന്വേഷണത്തോട് സഹകരിക്കാത്തതല്ല, ഇത്തരം തെളിവുകളൊക്കെ നശിപ്പിക്കുമെന്നൊരു ആശങ്കയാണ് പ്രതിക്കുള്ളതെന്നാണ് അഭിഭാഷകർ പോലും സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഈ യുവതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം? ടോം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3 പരാതികൾ എടുക്കുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം ഈ പരാതിക്കാർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അയാളെ അനുകൂലിക്കുന്ന ആളുകളോ അയാളുടെ അനുയായികളോ സൈബർ സംഘങ്ങളോ ഒക്കെ ചെയ്യുന്നത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. അതുവഴി ഇരയെ പരമാവധി സമൂഹമധ്യത്തിൽ നാണം കെടുത്തുക എന്ന തന്ത്രമാണ് തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടവും അയാൾക്ക് വേണ്ടിയുള്ള ആളുകളും അയാൾക്ക് വേണ്ടി സൈബർ ഇടങ്ങളിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്ന ആളുകളും ഒക്കെ സ്വീകരിക്കുന്ന രീതി. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും വിലയിരുത്തപ്പെടുന്നതും അങ്ങനെ വന്നാൽ ഇരകൾ പരാതിയുമായി രംഗത്ത് വരില്ല. ഇനിയും നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ നിരവധി പെൺകുട്ടികളുണ്ട്. അവർ പരാതിയുടെ പല ഘട്ടങ്ങളിലാണ്. ചിലരൊക്കെ സ്വകാര്യമായ നേതാക്കളോട് പറഞ്ഞ, കോൺഗ്രസിനുള്ളിൽ നിന്നുള്ളവർ തന്നെ നേതാക്കളോട് പറഞ്ഞവരുണ്ട്. ചിലരൊക്കെ ഇതിനകം പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. മൊഴി നൽകാനും മറ്റുമുള്ള തടസ്സമുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാത്തതാണ്. ഇനിയുമല്ല, മൊഴി നൽകാൻ തയ്യാറായി ഇനിയും ആളുകൾ എത്താൻ തന്നെയുണ്ട് എന്ന് ഉള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസിലുമുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനും പോലീസിനും ഒക്കെയുണ്ട്. അങ്ങനെ ഇരകൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്, ഹീനതന്ത്രമാണ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനും അയാൾ അനുകൂലിക്കുന്നതിനും സ്വീകരിക്കുന്നത്. പരമാവധി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, അവരുടെ കുടുംബ പശ്ചാത്തലം പുറത്തു പറയുക, എനിക്കെതിരെ വന്നാൽ നീയും അനുഭവിക്കും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ ഞാൻ ചെയ്താൽ നിനക്ക് താങ്ങാൻ കഴിയില്ല എന്ന ഭീഷണി തുടങ്ങിയ ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇരകൾക്കെതിരെ, അതിജീവിതകൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള ആളുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമാണ്. ഇന്നലെ ഫെനീൻ ഏനാൻ ഈ 3ാമത്തെ പരാതി കൊടുത്ത, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന പരാതി കൊടുത്ത അതിജീവിതയ്ക്കെതിരെയും നടത്തുന്ന സമാനമായൊരു നീക്കമെന്നാണ് പോലീസും അതുപോലെ തന്നെ അതിജീവിതയും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്നൊരു ശബ്ദ സന്ദേശം പുറത്തുവിടാൻ അവർ തയ്യാറായത്. ഇന്നലെ തന്നെ ഫെനിയുടെ പേരിൽ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, സൈബർ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിജീവിത പറയുന്നത് ഫെനീൻ ഏനാൻ ചാറ്റ് പുറത്തുവിട്ട് തന്നെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണിവ. നടന്ന സംഭാഷണത്തിൻ്റെ കുറച്ചു ഭാഗം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. 2024 ജൂലൈയിലാണ് ഫെനി പരിചയപ്പെടുന്നത്. 2025 നവംബർ വരെ അയാളുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിലാണ് മിസ്കാരേജ്, രാഹുലിൽ നിന്ന് ഗർഭിണിയായ ശേഷം മിസ്കാരേജ് സംഭവിക്കുന്നത്. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായിരുന്നു അങ്ങനെ ശാരീരികാവസ്ഥ, മിസ്കാരേജിലേക്ക് നയിച്ച ശാരീരികാവസ്ഥയ്ക്ക് കാരണം അതായിരുന്നു. പരമാവധി സ്ട്രെസ്സും ട്രോമയും, അത്രയധികം സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ മാനസികാഘാതവും രാഹുലിൽ നിന്ന് ഉണ്ടായെന്നവർ പറയുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, രാഹുൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, വിവാഹം വാഗ്ദാനം നൽകിയ ആളാണ്, പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും രാഹുൽ പറയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ താൻ കടന്നുപോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയ സമയമായിരുന്നു അതെന്ന് ഇര പറയുന്നു. അപ്പോഴാണ് ഫെനി ഇൻസ്റ്റാഗ്രാം വഴി ഫെനിയെ പരിചയപ്പെടുന്നത്. ഈ ചൂരൽമല ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇര പറഞ്ഞതാണ്. സമ്മർദ്ദം ചെലുത്തി, രാഹുലിന് സമ്മർദ്ദം ചെലുത്തിയ സമ്മാനം നേടാമെന്ന് പറയുന്നു. പിന്നീട് ഇരയ്ക്ക് തന്നെ 2ാം സമ്മാനം നൽകുന്നു. രാഹുലിനെ കുറിച്ച് എപ്പോഴും ഫെനി സംസാരിക്കുമായിരുന്നു. ആരോടും പറയരുത് ഈ രാഹുലിൻ്റെ ഈ കാര്യങ്ങളൊക്കെ, രാഹുലുമായുള്ള ബന്ധവും അതിലൂടെ തനിക്ക് സംഭവിച്ച ട്രോമയും ഒക്കെ ഫെനിയോട് തുറന്നു പറഞ്ഞു. ഈ സൗഹൃദം വന്ന ശേഷം ആരോടും പറയരുതെന്നാണ് ഫെനി അന്ന് തന്നെ ചട്ടം കെട്ടിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഫെനിയും തന്നെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി. രാഹുലുമായിട്ട് ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ബോണ്ട് അപ്പോഴും രാഹുലിലൂടെ ഉണ്ടായിരുന്നു. ആ ട്രോമ ബോണ്ടിൽ കഴിയുന്ന തന്നെ
ഫെനി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. കോടികളുടെ ബാധ്യത രാഹുലിനുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ ഒരു സിമ്പതി പിടിച്ചുപറ്റാൻ ഫെനി ശ്രമിച്ചത്. ഒരു ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ അവിടുത്തെ കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ഒരു സിമ്പതി പിടിച്ചുപറ്റാൻ ശ്രമിച്ചു. സിമ്പതി മാത്രമല്ല, പണവും തട്ടിയെടുത്തു. 10,000 രൂപ അന്ന് ഫെനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ യുവതി. 2025 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും രാഹുലിനെതിരെ ആരോപണങ്ങൾ വാർത്തകളായി പുറത്തു വരാൻ തുടങ്ങി. അപ്പോഴും തന്നെ വിവാഹം കഴിക്കാം, ഇലക്ഷൻ സമയത്ത് വിവാഹം കഴിച്ചോളാം എന്നൊരു ഉറപ്പാണ് രാഹുൽ നൽകുന്നത്. അതോടുകൂടി ഒരു വ്യക്തത വേണം, രാഹുൽ പറയുന്നതൊക്കെ സത്യമാണോ, എന്താണ് ഇത്തരം പരാതികൾ എന്നൊക്കെ എന്ന കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് രാഹുലിനെ താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ രാഹുൽ അത് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. അടൂരിലേക്ക് വരരുത് എന്ന് പറഞ്ഞു, പാലക്കാട്ട് ചെല്ലാൻ പറഞ്ഞു. പാലക്കാട്ട് MLA ഓഫീസിലാണ് ചെല്ലാൻ അവർ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും വലിയ തിരക്കുള്ള സ്ഥലമാണ്, MLAയുടെ ഓഫീസിൽ നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി കാണാനുള്ളൊരു താല്പര്യക്കുറവ് ഇവർ അറിയിച്ചു. അപ്പോൾ ഫെനി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞുവെങ്കിലും ഫെനിയോട് സംസാരിക്കാനാണ് പിന്നീട് രാഹുൽ പറഞ്ഞത്. പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ആരുമില്ലാത്ത സമയത്ത് സുരക്ഷിതമായ ഒരു സ്ഥലം, ഒരു ക്ലോഷർ, അടച്ചുറപ്പുള്ള സ്ഥലം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടു. അത് രാഹുലുമായി ലൈംഗിക ബന്ധം പുലർത്താനല്ല, തനിക്കൊപ്പം ഒരാൾ വരും, രാഹുലിനൊപ്പം രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ, കാരണം വിവാഹബന്ധത്തിലേക്ക് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ബന്ധമാണ്, അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളുമായാണ് രാഹുലുമായി താൻ വീണ്ടും അടുത്തത്. അതുകൊണ്ട് രാഹുലിൻ്റെ അമ്മയോ സഹോദരിയോ വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇനി അതുമില്ലെങ്കിൽ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ, ഇവർക്ക് കൂടി ഒരു പരിചയമുള്ള ഫെനിയോട് വരാൻ പറയും. അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് അവർ പറയുന്നുമുണ്ട്. ഏതായാലും അങ്ങനെ അല്ല അവർ പിന്നീട് ട്രീറ്റ് ചെയ്ത്. ഒരു ക്ലോഷറിനായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഫെനി ഇന്നലെ അത് ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ 3 മണിക്കൂർ ബലാത്സംഗം ചെയ്തു എന്ന് ആദ്യം പരാതി പറഞ്ഞു. അതേ 3 മണിക്കൂർ വീണ്ടും പാലക്കാട്ടെ ഫ്ലാറ്റ് വെച്ച് കാണണമെന്ന് പറയുന്നു. എന്തിനാണെന്നൊരു പരിഹാസം ഫെനിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അതൊരു മറുപടിയാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഒരുപാട് വ്യക്തത വരുത്തേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് അത്തരത്തിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് MLA നിരവധി ആളുകൾ കാണാൻ വരുന്ന സ്ഥലം ഒരു പൊതുസ്ഥലത്ത് കാണാൻ കഴിയില്ല, തനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള അതുകൊണ്ടാണ് നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ 3ാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ്. ആരോപണം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.